ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മധൂർ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം 77ഓളം സ്ഥാനാർത്ഥികളാണുള്ളത്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ തേടിയുള്ള ഒരു യാത്രയാണ്. ഈ യാത്ര ചെന്നെത്തിയിരിക്കുന്നത് മധൂർ പഞ്ചായത്തിലെ 15ാം വാർഡ് സൂർലുവിലാണ്. ആരാണെന്നറിയാം. വീക്കെൻഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധൂർ പഞ്ചായത്തിലെ സൂർലുവിൽ ഭാസ്കര, സുമിത്ര എന്നിവരുടെ മകളാണ് ദീപ്തി മോദകരാജ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മധൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന ബഹുമതിയോടുകൂടി 15ാം വാർഡ് സൂർലുവിൽ നിന്നും ജനവിധി തേടുകയാണ്. വീക്കെൻഡിലേക്ക് സ്വാഗതം. മധൂർ പഞ്ചായത്തിന്റെ 77 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെയും ഈ തെരഞ്ഞെടുപ്പിനെയും നിങ്ങൾ ಎങ്ങനെ ನೋಡಿಕಾಣುന്നു? ನಮಸ್ಕಾರ. ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯಲ್ಲಿ ನನ್ನನ್ನು ಒಂದು ಯುವ ಜನತೆ ಅಂತೇಳಿ ಒಂದು ವಿಶ್ವಾಸದಲ್ಲಿ ನನ್ನನ್ನು ಪ್ರಾಧಾನ್ಯ ಕೊಟ್ಟುಕೊಂಡು ನನ್ನ ನಿಲ್ಲಿಸಿದ್ದಾರೆ. ಅದರಿಂದ ನಾನು ಆ ಭರವಸೆಗೆ ತಕ್ಕಂತೆ ಭರವಸೆ ಕೊಟ್ಟುಕೊಂಡು ನಾನು ನಿಲ್ತೇನೆ. ವಿಶ್ವಾಸ. ಅದೇ ರೀತಿ 5 ವರ್ಷದಲ್ಲಿ ನಮ್ಮ ಮೆಂಬರ್ ರಾಧಾಕೃಷ್ಣ ಅಣ್ಣನವರು ನಿಂತಿದ್ರು. ಅವರು ಎಲ್ಲ ಮಾಡಿದ್ದಾರೆ, ನಂಗೆ ಗೊತ್ತಿರುವ ಹಾಗೆ ವಿಕಸನ ಮಾಡಿದ್ದಾರೆ. ಅದನ್ನು ಮುಂದುವರಿಸಲಿಕ್ಕೆ ನಾನು ಪ್ರಯತ್ನ ಪಡ್ತೇನೆ ಅಷ್ಟೇ. യുവ സ്ഥാനാർത്ഥിയാണ്. പഠിച്ചതും വളർന്നതല്ല ഇവിടെ തന്നെ. 1ನೇ ಕ್ಲಾಸಿಂದ 10th ಇಲ್ಲಿ ಕಲ್ತಿದ್ದೇನೆ. +1 to ಡಿಗ್ರಿ ಮ್ಯಾಂಗ್ಳೂರು ಕಾರ್ಶಿಟ್ ಕಾಲೇಜ್. രാഷ്ട്രീയത്തിൽ തന്നെ ಬಾಲಗೋಕುಲದಲ್ಲಿ ನಾನು ಶಿಕ್ಷಕಿ ಸುಮಾರು ವರ್ಷ ಆಗಿ. ಸಣ್ಣದಿಂದಲೇ ನಾನು ಫಸ್ಟ್ ಸ್ಟೂಡೆಂಟ್ ಆಗಿದ್ದೆ, ಆನಂತರ ನಾನು ಅಲ್ಲಿ ಶಿಕ್ಷಕಿ ಆದೆ. ಆನಂತರ ಅಲ್ಲಿ ಆರ್ಯಕಾರ್ತಿನಿ ಬಾಲಕುಲ ಶಿಕ್ಷಕಿಯಾಗಿ, ಅಲ್ಲಿಂದ ಈಗ ನಾನು ಮಲ್ಲಿಕಾರ್ಜುನ ಬಾಲಕುಲದ ಶಿಕ್ಷಕಿಯಾಗಿ ಬಂದೆ. ಅಲ್ಲಿಂದ ಈಗ ನಗರ ಪ್ರವಾಸಿ ಕಾರ್ಯಕರ್ತೆ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಈಗ ನಾನು. ಅದರಿಂದ ಈಗ ನನ್ನನ್ನು ಆ ಒಂದು ವಿಶ್ವಾಸದಲ್ಲಿ ಇಲ್ಲಿ ಪಾರ್ಟಿಗೆ. സാറേ, കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ മെമ്പറായിരുന്ന ആളാണ്. അപ്പോൾ ഇപ്രാവശ്യം പുതിയ ഒരു യുവ സ്ഥാനാർത്ഥിയാണ്. മധൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് നിങ്ങളുള്ളത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വവും ഈ തെരഞ്ഞെടുപ്പിനും സാർ എങ്ങനെ കാണുന്നുണ്ട്? അതായത് പൊതുവെ രാഷ്ട്രീയക്കാർക്കൊരു പരാതിയുണ്ട്. ഇപ്പോൾ യുവതലമുറ രാഷ്ട്രീയവുമായി അകന്നു നിൽക്കുന്നു. പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും യുവതലമുറയെ കിട്ടാത്തൊരു പരക്കം പാച്ചില്ലാന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. യുവതലമുറയെ കിട്ടാൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലാന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഗത്ഭരായ കുറെ മുൻനിര രാഷ്ട്രീയത്തിലുള്ള കുറെ പാർട്ടികളൊക്കെ യുവതലമുറ, അതായത് അവരുടെ യുവജന സംഘടനകൾ നേതൃത്വം ഇല്ലാണ്ട് അധ്വാനിക്കുന്ന അല്ലെങ്കിൽ നട്ടം തിരിയുന്ന അതിനുവേണ്ടി പരക്കം പാച്ചിൽ പായുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുകൊണ്ട് പോയി. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മധൂർ പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു യുവതലമുറ, ഇപ്പോഴത്തെ 11 ഇപ്പോഴത്തെ 15, 15ാം വാർഡില് ഏറ്റവും ചുറുചുറുക്കുള്ള, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 77 ഏറ്റവും പ്രായം കുറഞ്ഞത്, ഒരു പക്ഷേ ഒരു വർഷം കൂടി കുറഞ്ഞിരുന്ന സംസ്ഥാനത്തിന് ചിലപ്പോൾ ആദ്യമായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് പോയി. അപ്പോൾ ഏതായാലും ഇപ്പോൾ 22 വർഷം പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ ഒരു യുവത്തിന്റെ ചുറുചുറുപ്പുള്ള ഒരു യുവത്വത്തെ നമുക്ക് ഈ വാർഡിലേക്ക് കൊണ്ടുവന്ന് ഭാവിയിൽ അവരെ ഒരു രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ എത്തിക്കുക എന്നൊരു സതുദ്ദേശത്തോടു കൂടിയാണ് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ നമ്മൾ തീരുമാനിച്ചത്. തീർച്ചയായും. എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു പൊതു സ്വതന്ത്രമാണ്. അപ്പോ ഇപ്രാവശ്യം കഴിഞ്ഞ ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ഈ ബിജെപിന്റെ തന്നെയല്ല, 79 തൊട്ട് ബിജെപിന്റെ തന്നെയല്ല. 46 വർഷം. ഇപ്രാവശ്യം എന്തുകൊണ്ടും പിടിച്ചെടുക്കുന്ന ഒരു വാശിയാണ്. അതുകൊണ്ട് ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണുള്ള. അതും കഴിഞ്ഞ ഈ ടൈമിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ആൾക്കാർ ഈ വാർഡിലേക്കും അടുത്തുള്ള വാർഡിലേക്കല്ലോ വികസനം കൊണ്ടുവന്ന ആ രീതിയിൽ കൊണ്ടുവന്ന ഒരാളെയാണ് സ്ഥാനാർത്ഥിയുള്ള. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഈ മധൂർ പഞ്ചായത്തിൽ 15ാം വാർഡ് വലിയൊരു മത്സരമാവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു ബ്ലോക്ക് പ്രസിഡന്റ് സ്വന്തം പാർട്ടിയിൽ ജയിച്ചു വന്ന ഒരു ബ്ലോക്ക് സ്ഥാനാർത്ഥി, ബ്ലോക്ക് പ്രസിഡന്റായി നിന്ന ആള് തന്റെ ചിഹ്നം മറച്ചു വെച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. സാധാരണ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായ
അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിഞ്ഞ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അത്തരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വിമതമായിട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാരാണ് സ്വാതന്ത്ര്യ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഞാൻ പഠിച്ച രാഷ്ട്രീയം അല്ലേ. അപ്പോൾ ഒരു പ്രബുദ്ധയായ ഒരു ബ്ലോക്ക് പ്രസിഡന്റായ ഒരു വ്യക്തി ഒരു സ്വന്തം തന്റെ ചിഹ്നം തന്നെ മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു മറ്റവരെ ആരോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവർ പരാജയം സമ്മതിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ അവരോട് സംസാരിക്കുമ്പോ ഇപ്രാവശ്യം ഇത് വിജയം കൈവയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ 15ാം വാർഡിൽ സ്കോറിൽ തീർച്ചയായിട്ടും അത് അവരൊരു ആഗ്രഹം. അത് സ്വാഭാവികം. ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും പ്രത്യേക അവരുടെ ആഗ്രഹം ഉണ്ടാകും. ജയിക്കാൻ വേണ്ടിയല്ല എല്ലാവരും മത്സരിക്കുക, തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കില്ല എന്നത് സത്യമാണ്. പക്ഷെ ജയിക്കൂല എന്നുള്ളത് സത്യം ഉറപ്പാണ്. ഇപ്രാവശ്യം ബി ജെ പി തുടർച്ചയായിട്ട് BJP ഇവിടെ വരും. കാരണം അല്ലെങ്കിൽ അത്രക്കും വികസന പ്രവർത്തനങ്ങൾ ഞാൻ 2010 മുതൽ 15 വരെ ഈ വാർഡിൽ മെമ്പറായ ആളാണ്. തുടർന്ന് 5 വർഷം വന്നു. 2020 തൊട്ട് 25 വരെ വീണ്ടും മെമ്പറാണ്. എന്റെ കാലാവധിയിൽ ഈ വാർഡിൽ എന്താണോ ആവശ്യം അറിഞ്ഞുകൊണ്ട് ജാതി ഭേദം മത ഭാഷ വ്യത്യാസങ്ങളില്ലാതെ സർവ്വ മേഖലകളും സ്പർശിക്കുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്ന ആത്മധൈര്യത്തിലാണ് ഞങ്ങൾ ഈ വാർഡിൽ ഈ ഇലക്ഷൻ നേരിടുന്നത്. ഇപ്രാവശ്യം UDF ഒരു വാക്യം തന്നെ മാറ്റത്തിന് കൊതിക്കുന്ന മധൂറിന് 15 ഇന കർമ്മ പദ്ധതികളാണ്. ഇപ്രാവശ്യം ഈ മധൂർ പഞ്ചായത്ത് കഴിഞ്ഞ 46 വർഷമായി BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്രാവശ്യം UDF അത് പിടിച്ചെടുത്ത് പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവന്ന ഒരു പ്രതീക്ഷ അവർക്ക്. അപ്പൊ അതിന് എങ്ങനെ കാണുന്നുണ്ട്? ഒരിക്കലും നടക്കാത്ത സ്വപ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം നിങ്ങൾ ഇന്ത്യന്റെ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തുടർച്ചയായി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൽ തുടർച്ചയായി 50ാം കൊല്ലത്തേക്ക് നീങ്ങുന്നു എന്നത് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ജന പിന്തുണയാണ് നമുക്ക് കിട്ടുന്നതിന്റെ ഉദാഹരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 50 കൊല്ലം 60 കൊല്ലം ഭരിച്ചവരുണ്ടാവും, പക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും. പക്ഷെ തുടർച്ചയായിട്ട് ഒരു ഇടവേളയില്ലാതെ ഒരു പാർട്ടിയിൽ തന്നെ ഒരു സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ എത്ര കണ്ട് ആ പാർട്ടിയോട് വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവ് അത് തന്നെ പോരെ നമുക്ക്. അതിനപ്പുറം വേണമെന്നില്ലല്ലോ. പക്ഷെ ആഗ്രഹങ്ങൾ അവർ പറയാം. സാധാരണ ജനങ്ങളെ മുമ്പിൽ പോകുമ്പോൾ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തോക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആരും വോട്ട് കൊടുക്കില്ലല്ലോ. സ്വാഭാവികമായിട്ട് അവർ പറയൂ. അതുപോലെ ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ UDF ആണെങ്കിലും LDF കൺവെൻഷനുകളിലാണെങ്കിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു 3 കാര്യങ്ങളൊന്ന് അടൽജി ഹാളിനെ കുറിച്ച്, പിന്നൊന്ന് ഈ ഭരണ സംവിധാനത്തിന്റെ ഈ 5 വർഷത്തിലെ BJPക്കുള്ളിലെ ഭിന്നത, പിന്നൊന്ന് കഴിഞ്ഞ ഈ ഭരണ സംവിധാനത്തില് അഴിമതി ആരോപണങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് LDFും UDFും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അടൽജി കമ്മ്യൂണിറ്റി ഹാള് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളാണ്. ഈ പറയുന്ന പോലെ ഞാൻ നിങ്ങളെ നേരത്തെയുള്ള വീഡിയോ കണ്ടതാണ്. ഒരു കോടിക്കണക്കിലൊന്നും അതിന് ചെലവിട്ടിട്ടില്ല. 40 ലക്ഷം രൂപ CFCയിൽ കിട്ടിയ ഫണ്ട് അതിന്റെ മൊത്തം റിനോവേഷന് വേണ്ടി മാറ്റിവെച്ചു. അതിന്റെ കിച്ചൺ ശാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുതിയ ഇത് വെച്ചിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപ നമ്മൾ തനത് ഫണ്ടിൽ വെച്ചിട്ട് അതിന്റെ റൂപ്പിങ്ങും മറ്റേ ചെറിയൊരു സൗണ്ട് സിസ്റ്റത്തിൽ ചെറിയൊരു തകരാറുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി അതിന് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 60-65 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമുക്ക് അതിൽ വെച്ചിട്ടുള്ളത്. നേരത്തെ ഇതുവരെ തുടങ്ങിയ ശേഷം ഇതുവരെ ആൾ പ്രവർത്തിക്കാതെ ഇരുന്നിട്ടില്ല. പ്രവർത്തിച്ച് എല്ലാ വിധത്തിലും എല്ലാ ആവശ്യത്തിനും എല്ലാ ഫംഗ്ഷൻ ചെറിയ ഫംഗ്ഷൻ നടക്കും മൊത്തം നമ്മൾ അതിന് വാടക കൊടുത്തുകൊണ്ടായിരുന്നു. ചെറിയൊരു സംവിധാനത്തിന്റെ കുറവുണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപയുടെ അഡീഷണൽ ഫണ്ട് വെച്ചു. ഇപ്പം അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഒരു 15 ലക്ഷം രൂപ ഫണ്ട് വെച്ചു. അതിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് അത് സമ്പന്നാവസ്ഥയിൽ ഇതുവരെ ഉണ്ടായിട്ടല്ല ആടെ ഇപ്പൊ പണി നടക്കുന്നത്. തീർച്ചയായും അതായത് ഒരു ടെൻഡർ ആയ ഒരു പണി ടെൻഡർ എടുത്ത ഒരു വ്യക്തി തുടങ്ങിയത് അത് പൂർത്തിയാക്കാൻ കുറച്ച് കാലതാമസം എടുക്കും. ആ ഒരു കാലതാമസം മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ. കൂടിപ്പോയ 2-3 മാസത്തിനുള്ളിൽ നമുക്ക് പ്രവർത്തനയോഗം ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ നമുക്കൊരു പുതിയ ഓളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് അദ്ദേഹത്തോട് ഞങ്ങൾ കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ യാഥാർത്ഥ്യമാവോ എന്ന് അറിയില്ല, കാരണം ചെറിയ ഇടവേളയേ ഉള്ളൂ. അതല്ലെങ്കിലും നമ്മൾ 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. പിന്നെ അഴിമതി ഒരിടത്തും അഴിമതി നടന്നിട്ടില്ല. അഴിമതി ആരോപണമാണ്. അഴിമതി ആരോപണം നമുക്ക് ആരെ മുകളിൽ ഉന്നയിക്കാം. പക്ഷെ ചെറിയ അശ്രദ്ധ കൊണ്ട് ചില അപരാധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അത് മനഃപൂർവ്വമല്ല. ഇന്നും ആ കേസ് വിജിലൻസ് 2 കൊല്ലത്തിന് മുമ്പുള്ള വിജിലൻസ് കേസ് ഇന്ന് വരെ ഒരു തുടർ നടപടിക്ക് പോകാത്തിരിക്കുമ്പോൾ അതിലൊരു കഴമ്പില്ലാന്ന് തന്നെയല്ല അർത്ഥം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്തവർ അനുഭവിക്കുന്ന ഭരണസമിതിക്ക് യാതൊരുവിധ പങ്കും അതിലില്ലാന്ന് അടിവരയിട്ട് നമ്മൾ പറയാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. അവസാനമായി
ഈ കഴിഞ്ഞ 46 വർഷമായി ഭരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൺവെൻഷനുകളിൽ ഈ BJPക്കുള്ളിലെ ഈ ഭിന്നത ഒക്കെ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതിപാദിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം 50 വർഷം BJPനെ ഭരണത്തിൽ തുടരാൻ അനുവദിക്കില്ല. ഇപ്രാവശ്യം UDF തീർന്നെന്നാണ് അവസാനമായിട്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പറയല്ല, നേരത്തെ പറഞ്ഞതുപോലെ 50 വർഷം നടന്നൊരു ചരിത്ര നേട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു രാഷ്ട്രീയ ചരിത്രമായിട്ട് മാറുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. അത് തടയിടുക എന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കർത്തവ്യമാണ്, കടമയാണ്. അവരതിനു വേണ്ട എല്ലാ ശ്രമങ്ങളും ചെയ്യും. പക്ഷെ അതിൽ അവർ വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ BJPയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 5 കൊല്ലം ഭരണത്തിലിരുന്ന ഒരു പാർട്ടിയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. തുടർച്ചയായ 50 കൊല്ലം ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ ചെറിയ ചെറിയ അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിലുള്ള ഒരു പ്രക്രിയയാണ്. ചിലപ്പോൾ ആശയപരമായി നമ്മൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് അഭിപ്രായ വ്യത്യാസമായിട്ടല്ല അത് എവിടെയും പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. മധൂർ പഞ്ചായത്തിലെ BJP ഒറ്റ പാനലിന്റെ അടിസ്ഥാനം, ഒറ്റ കൊടിയുടെ അടിസ്ഥാനത്തിൽ അടിയിൽ നിന്നുകൊണ്ട് ഈ മധൂർ പഞ്ചായത്തിന് തുടർച്ചയായ 5 കൊല്ലത്തിൽ നമ്മൾ ഭരണം ജനങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യിപ്പിച്ച് അധികാരത്തിൽ എത്തിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മളുള്ളത്. അതിൽ നമ്മൾ പൂർണ്ണമായി വിജയിക്കും. ഒരു 14 മുതൽ 15 കൂടി ഓളം വോട്ട് സീറ്റ് നമുക്ക് ഈ വർഷം തീർച്ചയായിട്ടും കിട്ടുന്നുള്ള ശുഭവിശ്വാസത്തിലാണ് നമ്മൾ ഈ 15ഓളം സീറ്റ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും 15ഓളം സീറ്റ് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തുടർച്ച ഈ 50 വർഷം എന്നുള്ള സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കും, സംശയമില്ല. അത് ജനങ്ങൾ, മധൂർ പഞ്ചായത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും തീർച്ചയായിട്ടും. താങ്ക് യു. നന്ദി മാഡം. വാർഡ് 15 വാശിയേറിയ മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരായിരിക്കും വാർഡ് 15 വിജയി എന്നറിയാൻ ഇനി കേവലം ദിവസം മാത്രമാണ് കാത്തു നിൽക്കേണ്ടത്. വീക്കെൻഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീക്കെൻഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.